ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതിലേക്കുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റാണ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ചീവി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇനി 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം പട്ടയും ഗ്രാമ്പും ജാതിക്കും പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പും ചേർത്ത് ഒരു 3 പ്രാവശ്യം അത് അരിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്ററിൻ്റെ ആവശ്യമില്ല ഈ കേക്ക് ഉണ്ടാക്കാൻ. നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പഞ്ചസാര അലിയണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കളറ് കിട്ടണമെങ്കിൽ കാരമലിൻ്റെ കളറ് കിട്ടും. ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അത്ര കളറൊന്നും ഈ കളറ് മതി. ഞാൻ വേറെ എക്സ്ട്രാ കളറ് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റും ഡേറ്റ്സും കാഷ്നട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, പതുക്കെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അലുമിനിയം പാത്രത്തിലാണ് അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പ് അലുമിനിയം പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറിൻ്റെ മോൾഡിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കുറച്ച് ബട്ടർ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കേക്കിൻ്റെ കൂട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അലുമിനിയം പാത്രത്തിലേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 45-50 മിനിറ്റ് നേരമൊക്കെ വേണ്ടി വരും. സാധാരണ സ്പോഞ്ച് കേക്കിൻ്റെ മാതിരി പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഒരു 45-50 മിനിറ്റ് നേരം എന്തായാലും വേണം ഇത് വെന്ത് വരാൻ. തീ ഒരു വല്ലാണ്ട് സ്ലോയിൽ ഇടാണ്ട് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 50 മിനിറ്റ് നേരം എന്തായാലും വേണ്ടി വരും. എനിക്ക് വന്നിട്ടുണ്ട് ആ സമയം. നിങ്ങൾ നോക്കി ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കി അറിയാം. അത് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല. ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ചെറുതൊരെണ്ണം വേറെ ഉണ്ടാക്കി കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.